വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമി. നമ്മളിത് നോക്കുന്നത് കേട്ടിട്ട് പരീക്ഷ എഴുതാൻ ഒരു സ്ക്രൈബിന്റെ സഹായം ആവശ്യമുള്ളവർ എന്തൊക്കെ പ്രൊസീജിയറുകളാണ് ചെയ്യേണ്ടത്, അവർക്ക് എങ്ങനെയാണ് ഒരു സ്ക്രൈബിന്റെ സഹായം ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് നോട്ടിഫിക്കേഷനിൽ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കാം. സ്ക്രൈബിനെ ആവശ്യമുള്ള അപേക്ഷകർക്കുള്ള മാനദണ്ഡങ്ങളാണ് നോട്ടിഫിക്കേഷനുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് 40% അതിൽ കൂടുതലോ അന്ധത ബാധിച്ച അപേക്ഷകർക്ക് പരീക്ഷ എഴുതാൻ സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മളിത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഹാൾ ടിക്കറ്റ് ലഭിച്ചതിന് ശേഷം അതിന്റെ പകർപ്പും മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും, ഈ രണ്ടെണ്ണത്തിന്റെയും കോപ്പികൾ നിങ്ങൾ കൊടുക്കേണ്ടത് ഏത് സ്ഥലത്താണോ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് അവിടുത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ഹാൾ ടിക്കറ്റ് വന്ന ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഹാൾ ടിക്കറ്റ് പ്രിന്റ് എടുത്ത് ഒരു കോപ്പി എടുക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിച്ച നിങ്ങളുടെ വൈകല്യത്തിന്റെ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും, ഇതിന്റെ 2 വീതം കോപ്പികൾ എടുത്ത് നിങ്ങൾ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ DEOയ്ക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതും നിങ്ങൾ പരീക്ഷ നടക്കുന്നതിന് 5 ദിവസം മുൻപേ തന്നെ നിങ്ങളുടെ അപേക്ഷ അവിടെ എത്തിയിട്ടുണ്ടാവണം. നമുക്കിവിടെ ഉണ്ട് പരീക്ഷാ തീയതിക്ക് 5 ദിവസം മുൻപ് അത്തരത്തിലുള്ള അപേക്ഷ അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ലഭിച്ചിരിക്കണം. നിങ്ങളിപ്പോൾ കോഴിക്കോട് ഉള്ള താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലാണ് പരീക്ഷ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി 40% അതിൽ കൂടുതലോ വൈകല്യങ്ങളുള്ള അപേക്ഷാർത്ഥികൾ അവർ ആവശ്യപ്പെടുന്ന പക്ഷം സ്ക്രൈബ് അല്ലെങ്കിൽ അധിക സമയം അല്ലെങ്കിൽ രണ്ടും കൂടിയും മതിയായ രേഖകൾ പരിശോധിച്ച് അനുവദിച്ച് നൽകാവുന്നതാണ്. അപ്പൊ നമുക്കറിയാം സ്ക്രൈബിനെ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്ലോ ആയിട്ട് ചെയ്യാൻ അങ്ങനെ പരിമിതിയുള്ള ആളുകളാണെങ്കിൽ അതിനും കുഴപ്പമില്ല. നമുക്ക് സമയം അധികം അനുവദിച്ച് തരണം എന്നുള്ള അപേക്ഷയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും കൂടെ സ്ക്രൈബിനെയും അധിക സമയവും കൂടെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അത് അവർ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് അനുവദിച്ച് തരുന്നതാണ്. ഇനി ഇതിന്റെ മൊത്തം ഉത്തരവാദിത്തം നമുക്ക് വരുന്നത്, അത് 2017 ഒരു ഉത്തരവ് പ്രകാരം കാഴ്ച പരിമിതിയുള്ള പരീക്ഷാർത്ഥികൾക്ക് സ്ക്രൈബിനെ കണ്ടെത്തി നൽകുന്നതിനുള്ള പൂർണ്ണ ചുമതല അത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. ഓക്കെ, അപ്പൊ DO ആണ് ഇതിന് കംപ്ലീറ്റ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ നിങ്ങൾ ആ കോപ്പിയും അപേക്ഷയും സമർപ്പിക്കുന്ന മുറയ്ക്ക് അദ്ദേഹം അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള സ്ക്രൈബിനെ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നതാണ്. ഇനി അവിടെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഭാഷയിലാണോ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ആ ഭാഷയിൽ പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ അത് അറിയാവുന്ന ഒരാളെ തന്നെ സ്ക്രൈബായിട്ട് നൽകാനുള്ള ഉത്തരവ് ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിൽ സെക്കൻഡറി തലത്തിൽ, ഹയർ സെക്കൻഡറി തലത്തിൽ 2ാം വർഷം എന്ന് പറയുമ്പോൾ ഒരു +2 വിദ്യാർത്ഥിയായിരിക്കും നിങ്ങൾക്ക് സ്ക്രൈബായിട്ട് ലഭിക്കുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഓർഡറിൽ നമുക്ക് പറയുന്നത്. ഓക്കെ, ഇനി അർഹരായ അപേക്ഷകർക്ക് സഹായം അനുവദിച്ചുകൊണ്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നമ്മൾ പ്രൊസീജിയർ ഇങ്ങനെ കടന്നു വരികയാണ്. അപേക്ഷ കൊടുത്തു, അദ്ദേഹം അത് ചെക്ക് ചെയ്യുന്നു, സ്ക്രൈബിന് അനുവദിച്ചു തരുന്നുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഞാനൊരു അഡ്രസ്സ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ IED സെൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം, തിരുവനന്തപുരം. ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾ ഈ ഒരു ഉത്തരവിന്റെ പകർപ്പ്, അതായത് DO നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന, സ്ക്രൈബിനെ അനുവദിച്ചു തരുന്ന ഉത്തരവിന്റെ പകർപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയുടെ പകർപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ അനുബന്ധ രേഖകൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്ക്രൈബിനെ ലഭിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനി ഈ സ്ക്രൈബായിട്ട് പോകുന്ന ആളുകൾക്ക് 150 രൂപ പ്രതിഫലമായിട്ടും നൽകുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയറുകൾ ഞാൻ ഒന്നുകൂടെ പറയാണ്. ഹാൾ ടിക്കറ്റ് വന്നതിന് ശേഷം ഹാൾ ടിക്കറ്റിന്റെ 2 കോപ്പി, നിങ്ങളുടെ ഒരു പരിമിതി തെളിയിക്കുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ 2 കോപ്പി, അത് വെച്ച് നിങ്ങൾ DEOയിലേക്ക് നിങ്ങൾ ഒരു അപേക്ഷ കൊടുക്കുന്നു. അത് പരിശോധിച്ച ശേഷം സ്ക്രൈബിനെ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നു. അനുവദിച്ചു തരുന്ന ആ ഉത്തരവും നിങ്ങളുടെ അപേക്ഷയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കൂടെ നിങ്ങൾ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു അഡ്രസ്സിലേക്ക് തിരുവനന്തപുരത്തോട്ട് നിങ്ങൾ അയച്ച് നിങ്ങളുടെ ഒരു യോഗ്യത നിങ്ങൾ ഉറപ്പാക്കുന്നു. അതായത് നിങ്ങൾക്ക് സ്ക്രൈബിന് ലഭിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പാക്കുന്നു. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അപേക്ഷകർക്ക് ഓരോ മണിക്കൂറിനും 20 മിനിറ്റ് അധികം എന്ന സമയത്തിൽ അധിക സമയം അനുവദിക്കുന്നത് കൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് 2.5 മണിക്കൂർ പരീക്ഷയാണെങ്കിൽ ഒരു എക്സ്ട്രാ 1 മണിക്കൂറോളം നിങ്ങൾക്ക് കിട്ടുന്നത് കൂടെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു പരിമിതിയുള്ള അല്ലെങ്കിൽ സ്ക്രൈബ് ആവശ്യമുള്ള ആളുകൾക്ക് ഓൾറെഡി ഉത്തരവായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് അറിയാത്തതിന്റെ പേരിൽ നിങ്ങൾക്കൊരു ചാൻസ് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ പരീക്ഷ സമാധാനപരമായി എഴുതി നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. താങ്ക് യു.